ബാംഗ്ലൂർ വെള്ളി ശനി ഞായർ രാത്രികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും പബ്ലിക്കിൽ. പബ്ബിൽ പൊതുവെ പബ്ബുള്ള കുറമംഗലം, അതേപോലെ ജയനഗർ, അതേപോലെ MG റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അവിടെ എന്ന് പറഞ്ഞാൽ കുറെ പബ്ബിൽ പോകുന്ന കൂടുതൽ ഉണ്ടാവും. അങ്ങനെ പക്ഷെ ആ പബ്ബിലൊന്നും നമ്മൾ അങ്ങോട്ട് പോകാറില്ല. കാരണം അവിടെ കള്ള് കഞ്ചാവ് എല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്നു. കല്ലെന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തേ പോവാറില്ല. പക്ഷെങ്കിൽ ഇന്ന് ശനിയാഴ്ച എത്ര ഡേറ്റ് ഇന്ന്, അപ്പൊ ഇന്ന് ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ എന്നെ പെടുത്തി. 9 മണിക്ക് ഫ്രീ ആയിട്ട് കേരിക്കോ എന്ന് പറഞ്ഞ് ഉള്ളിൽ കയറ്റിയൊക്കെ അതാ കിടക്കുന്നു. ഫുള്ള് കുടിക്കാനും തിന്നാനുണ്ടായിട്ട് കിടക്കുന്നു. മക്കളെ ഡീജോ അപ്പുറത്തുനിന്ന് കുട്ടികൾ എന്താ പറയാ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, എല്ലാം കളിക്കും. നോക്കുമ്പോ എന്തിനാ അവിടെ കയറി അറിയോ? നിങ്ങൾ ഒറ്റൊരു കാരണത്താലാണ്, നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നിങ്ങളാണ് പറയേണ്ടത്. എന്റെ ഇതൊക്കെ കാണിങ്ങള് വീഡിയോ ആണ്. നോക്ക് ഇതാ ഇങ്ങനെ തുള്ളിയാ മതി. അവിടെ നിന്ന് ഇവിടെ എന്താ നടക്കുന്നുണ്ട്? ബാറി കയറിയിട്ടാ ഉള്ളേ. സീനത്തിത്താന ഇരുത്തിയ റൂമുണ്ട് അവിടെ. മിസ്റ്റർ ആ ടേബിൾ മേലെ എന്താ ഉള്ള എല്ലാം ഉണ്ട്. വീഡിയോ എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ നിരപരാധിയാണോ ഒന്നും നമുക്കറിയില്ല. നിങ്ങൾ നിഷ്കളങ്കമായി നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിന്റെ ഉള്ളിൽ. ആർക്ക് വേണ്ടി? റാമിന്റെ കൊട്ടയിൽ ആ ഉമ്മാന്റെ പ്രായമുള്ള ഈ സ്ത്രീയെ നിങ്ങളെല്ലാം കൂടി പറ്റിച്ചില്ലേ? എന്റെ പുതിയ പെർഫ്യൂം എന്ത് തുടങ്ങിയ നിങ്ങൾക്ക് എന്തിന്റെ കാറ്റാ? വേറെ എവിടെയും കൊണ്ടുപോയി വെച്ചോ. നിങ്ങൾക്ക് ബാറിൽ കൊണ്ടുപോയി വെക്കണം, പബ്ബിൽ കൊണ്ടുപോയി വെക്കണം, അവിടുന്ന് ഡാൻസ് കളിപ്പിക്കണം. അവിടെ ഒരു ഫാമിലി ഉണ്ടാ, പരിപാടി കാണാൻ ഒരു ഫാമിലി ഉണ്ടാ. വെറും കപ്പിൾസ്, ചെറിയ കുട്ടികളല്ലാതെ. എന്തിനാ നിങ്ങൾ നിസ്കാരൊക്കെ ഉപ്പായിട്ടിട്ട് പാടാൻ പോന്ന്? പൊന്നു മക്കൾക്കല്ല അനുഗ്രഹിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെയെന്ന് ഞാൻ ആത്മാർത്ഥമായി നല്ല സ്ഥലത്ത് നിന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ഹറാമിന്റെ കൊട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സീനത്തിത്ത നിങ്ങളിപ്പോ കള്ളിൻ ബിസ്മി കൂട്ടി കുടിക്കണം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. നിങ്ങൾ ഏത് പടുകുഴിയിലുള്ള? നിങ്ങൾ ബാറിലാ ഉള്ള, പബ്ബിലാ ഉള്ള. പബ്ബ് നിങ്ങൾ കൂത്താടുന്നു. ഇവിടെ കുട്ടികളെ ഉള്ളൂ, വെറും കുട്ടികളും അവരെ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. ഫാമിലി ഇല്ല, ആരും ഇല്ല. ഇവിടെ എല്ലാം കൂത്താടിയിട്ട് ഡാൻസ് കളിക്കുന്ന ആവേശം കണ്ടിട്ട് നിങ്ങൾ തുള്ളണ്ട. നിങ്ങൾ ട്രാക്കൊക്കെ തെറ്റീന്. നിങ്ങൾ വോയിസ് എന്താ പറയുക, ലിപ്പ് അനക്കുന്നേ ഉള്ളൂ. ട്രാക്ക് അവിടെ പൊട്ടി, അവിടെ തീ കത്തിയപ്പോ തന്നെ ഞാൻ ഇറങ്ങി ഓടി. സ്മോക്ക് വന്നു, എല്ലാം പ്രശ്നമായി. അവിടെ അള്ളാന്റെ അദാബ് ഉണ്ടായി. നിങ്ങൾ എന്നെയും ചിന്തിക്കും, ഈ പ്രായത്തിൽ വെറുതെ പൈസക്ക് വേണ്ടി ഇങ്ങനെ ഓടല്ലേ? അത് എവിടെയും പടുകുഴി വീഴൂ. ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും പബ്ബിൽ കയറ്റി ഡാൻസ് കളിപ്പിച്ച്, നിങ്ങൾ പബ്ബ് ഈ പ്രായത്തിൽ എത്ര നിങ്ങൾക്ക് വയസ്സ് 80 പ്രായത്തിൽ പബ്ബിൽ കയറിയില്ലേ? നിങ്ങൾ ഡാൻസ് കളിച്ചില്ലേ? റാപ്പ് ഡാൻസ് കളിച്ചില്ലേ? ബാംഗ്ലൂർ കുറമംഗലം പബ്ബിൽ നിങ്ങൾ അടിച്ച് പൊളിച്ചില്ലേ? എന്തൊരവസ്ഥ. ഇതൊക്കെ ചിന്തിക്കാൻ ഖത്തറും ദുബായും പോലും നല്ല. ബാംഗ്ലൂർ നിഗൂഢമാണ് എല്ലോ. നിങ്ങളാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അറിഞ്ഞോ അറിയാതോ നമുക്കറിയില്ല. നിങ്ങൾ ഇരുത്തിയ റൂമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ മുന്നിൽ സാധനം ഉണ്ട്. നിങ്ങൾ എന്തായാലും ഉത്തരം പറഞ്ഞു സീനത്തിത്ത, നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ വന്നത് നമുക്കറിയില്ല. ഇതിനെന്തായാലും ഉത്തരം പറഞ്ഞേ പറ്റും. കള്ള് ഷാപ്പിലാണ് നിങ്ങൾ ഇന്ന് ഡാൻസ് കളിച്ച്, മലയാളത്തിൽ പറഞ്ഞ ഓക്കെ. കള്ള് ഷാപ്പില്